ഈ ഈസ്റ്റർ ദിനത്തിലും രാവിലെ മീൻ പിടിക്കാൻ കടലിലേക്ക് ഇറങ്ങണമെങ്കിൽ നമ്മളിൽ ധാരാളം പേർ ഈസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട്ടിൽ അവധി ദിവസം ആഘോഷിച്ചിരിക്കുമ്പോഴും കടലിനോട് പൊരുതിക്കൊണ്ട് കടലിനോട് മല്ലിട്ടുകൊണ്ട് മത്സ്യം പിടിക്കാൻ പോയൊരു മത്സ്യത്തൊഴിലാളിയെ കാണുന്നില്ലേ? അതുപോലെ ഒട്ടേറെ മനുഷ്യർ നമ്മുടെ ചുറ്റുമുണ്ട്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിൽ അലക്കടലിൽ ഒറ്റപ്പെട്ടു പോകുന്ന മനുഷ്യർ. പക്ഷെ അവരൊക്കെ തീരമണയും എന്നുള്ളതാണ് ഈസ്റ്ററിൻ്റെ മഹത്തായ സന്ദേശം. എത്ര വലിയ കാറും കോളും ഉണ്ടെങ്കിലും, എത്ര വലിയ യാതനകളുണ്ടെങ്കിലും, എത്ര വലിയ മുൾക്കിരീടങ്ങളുണ്ടെങ്കിലും, എത്ര വലിയ വിഷമങ്ങളും സമ്മർദ്ദങ്ങളും ഉണ്ടെങ്കിലും അതെല്ലാം ഒരു നാൾ അസ്തമിക്കുമെന്നും എല്ലാ ഇരുട്ടുകളും മാഞ്ഞു പോകുമെന്നും വെളിച്ചത്തിൻ്റെ പ്രകാശത്തേക്ക് അല്ലെങ്കിൽ പ്രകാശമണിയുന്ന വലിയ ഒരു നാളിലേക്ക് നമ്മൾ എത്തുമെന്നുമുള്ള ഓർമ്മപ്പെടുത്തലാണ്. എല്ലാ മുൾക്കിരീടങ്ങൾക്കും ഒരു ഈസ്റ്റർ നിങ്ങളെ കാത്തിരിക്കുന്നു, അഥവാ ഒരു ഉയിർപ്പ് നമ്മളെ കാത്തിരിക്കുന്നു. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, സാഹിത്യ ഭാഷയിൽ പറഞ്ഞാൽ, എല്ലാ അവസാനങ്ങളും വേഷം മാറിയെത്തുന്ന തുടക്കങ്ങളാണ്. ജയശ്രീ മിശ്ര എന്ന എഴുത്തുകാരി പറയുന്നതാണ്. മനോഹരമല്ലേ ആ വാചകം? എല്ലാ അവസാനങ്ങളും വേഷം മാറിയെത്തുന്ന തുടക്കങ്ങളാണ്. ഇപ്പോൾ അത് അവസാനിച്ചു പോയി എന്ന് കരുതുന്നിടത്ത് നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കും എന്നതാണ് ജീസസ് ക്രൈസ്റ്റും നമ്മളോട് പഠിപ്പിക്കുന്നത്. ലോകത്തെ മുഴുവൻ സ്നേഹിക്കാനും ലോകത്തിൻ്റെ മുഴുവൻ പീഡനങ്ങളും ഞാൻ ഏറ്റുവാങ്ങുമെന്നും പറയുന്നൊരു മനസ്സാണ് ജീസസ് ക്രൈസ്റ്റിൻ്റേത്. ലോകമെമ്പാടുമുള്ള എല്ലാ വിശ്വാസികളുടെയും ഉള്ളിലാകേണ്ടതും. നമ്മളൊക്കെ ഈ സാധാരണ ശബരിമലയിൽ പോകുമ്പോൾ തത്വമസി എന്ന് പറയാറുണ്ട്. അത് നീ ആകുന്നു എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. അത് നീ ആയിത്തീരുന്നു, അയ്യപ്പനായി തീരുന്നു എന്ന് പറയുന്നത് പോലെ, നിങ്ങൾ ഓരോരുത്തരും പ്രവാചകരായി തീരുന്നു എന്ന് പറയുന്നത് പോലെ, നമ്മൾ ഓരോരുത്തരും ലോകത്തിൻ്റെ പീഡനങ്ങൾ ഏറ്റുവാങ്ങി സ്വയം നിങ്ങൾ ഉയർക്കാനായി തയ്യാറെടുത്തുകൊള്ളുക.